ക്രിസ്മസ് എക്സാം എത്താനായിട്ട് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളത് എൻ്റെ കുട്ടികൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മൾ കുറച്ച് നാൾ മുന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, 1 മാസം ഉണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം പോലും നമുക്കിനി കറക്റ്റായിട്ടില്ല. ഇന്നിപ്പോൾ മിസ് ഈ ഒരു വീഡിയോ ഇടുന്ന ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വെറും 25 ദിവസം കൂടെ മാത്രമേ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്താനായിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങടെയുള്ള നമ്മുടെ പഠിത്തം നമ്മൾ ഇതുവരെ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഉല്ലാസത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തീരെ ശരിയാവില്ല. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലത്തെ സ്കോർ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മിസ് പറയാം. ഈ ഒരു സൺഡേ നിങ്ങൾക്കൊരു ഇവൻറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റ് എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള ക്രിസ്മസ് എക്സാമിനുള്ള ഈ ദിവസങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുക എന്നുള്ളതും പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു സൺഡേ ഉള്ള ഒരു ഇവൻറ്റ് മിസ്സാക്കരുത്. ഇനി മിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യത്തിലേക്ക്, അതായത് ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് പറയാനുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ 25 ദിവസമാണ് നമുക്കിനി ബാക്കിയുള്ളത് എന്നുള്ളത്. ആ ഒരു 25 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ചാപ്റ്റേഴ്സ് എത്രയാണെന്ന് അറിയോ? നിങ്ങൾ ഒന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ? ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസം എന്ന് പറയുന്നത് 25 ദിവസമല്ലേ. ആ ഉള്ള ദിവസത്തിനേക്കാളും കൂടുതലാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. എത്രയാണെന്ന് അറിയോ? മിസ് പറയട്ടെ. യെസ്, നമുക്കിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ സബ്ജക്റ്റിലും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇത് വേറൊരു കാര്യം കൂടെ മിസ് പറയാനുണ്ട്. അതായത് ഈ 34 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓണം എക്സാം വരെ പഠിച്ച ചാപ്റ്റേഴ്സ് മിസ് ഇതിൽ കൂട്ടിയിട്ടില്ല. നമുക്കറിയാം ഓണം എക്സാം വരെ പഠിച്ച ഭാഗത്ത് നിന്നും ഒരു 20% ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പഠിക്കാനുണ്ട്. അത് കൂടാതെ തന്നെയാണ് മിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 34 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേ, ഓരോ ദിവസം ഇപ്പോൾ 25 ദിവസം ഉണ്ടല്ലോ, ഓരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിക്ക് പോയാൽ പോലും നമുക്ക് എന്ത് തീരില്ല. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഒരുമിച്ച് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് വേണ്ടത്? ഇനി കറക്റ്റായിട്ട് ഒരു ടൈം ടേബിളൊക്കെ അനുസരിച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇനി നമുക്ക് ഉഴപ്പിയിരിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ മാറ്റി വെക്കാനായിട്ട് പോവാണ്. ഇതുവരെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഇനി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഒന്നും നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര സീരിയസ് ഒക്കെ ആണെന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടേന്ന് വെക്കുക, അതൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസം എൻ്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് അത്രയൊരു എഫേർട്ട് ഇടാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ എഫേർട്ട് ഇടാനായിട്ട് നമ്മളിവിടെ ഫുൾ എക്സാമിൻ്റെ ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ബാച്ചിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്. പിന്നെ അവർക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ ഒന്നും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാതും കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഇനി ബാച്ചിലില്ലാത്ത ബാച്ചിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സൺഡേ നടക്കുന്ന നമ്മുടെ ഈ ഇവൻറ്റ് എന്ത് ചെയ്യുക, മറക്കാതെ കാണാം. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നമ്മൾ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ഒരു ടൈം ടേബിളൊക്കെ ഇപ്പം തന്നെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. കാരണം ടൈം ടേബിൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്തോളൂ, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ മിസ് പറഞ്ഞതില്ലേ, ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് ഇങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ആ ചാപ്റ്റേഴ്സ് എഴുതി വെച്ചിട്ട് അതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഏതൊക്കെയാണ് പഠിക്കാത്തത്, ഏതൊക്കെയാണ് കുറച്ചറിയാവുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് ഒട്ടും അറിയില്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, അതനുസരിച്ച് വേണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്ലാനിങ് മൊത്തം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കാര്യം എൻ്റെ കുട്ടികൾ ചെയ്തു വയ്ക്കുക. ഇനി അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് അത്രയും പക്കാ പ്രോപ്പർ
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സൺഡേ കറക്റ്റായിട്ട് നമ്മുടെ ലൈവ് ഇവന്റ് ഈ ഒരു താഴെ കാണുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അങ്ങോട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ ഫുൾ മാർക്ക് ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെ നേടിയെടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ആരും മിസ്സാക്കരുത് ആ ഒരു ലൈവ്. പിന്നെ അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓൾറെഡി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല മുന്നേ ഓൾറെഡി പോയിട്ടുള്ള ചാപ്റ്റേഴ്സും, അതായത് മുന്നത്തെ ചാപ്റ്റേഴ്സും മുന്നത്തെ ക്ലാസ്സുകളൊന്നും ഇപ്പോൾ കിട്ടില്ലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാം അതും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സെറ്റായിട്ട് നല്ല പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ പഠിക്കുന്നു. മാത്രമല്ല മിസ് ഒന്നും കൂടെ പറയാം, നമ്മുടെ സൺഡേ നടക്കുന്ന ഇവന്റ് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് അത് വാച്ച് ചെയ്തിരിക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സൺഡേ നടക്കുന്ന ഇവന്റിൽ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് റെഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു ലൈവിൽ വന്നിരിക്കും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഓക്കെ.